നയൻതാരയും അതായത് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും ധനുഷും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് എല്ലാവരും അറിയാലോ. ഇപ്പോൾ വലിയൊരു കോലാഹലമാണ് തെന്നിന്ത്യൻ സിനിമയിൽ അല്ലേ. അപ്പം അതിനെക്കുറിച്ച് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു നിർമ്മാതാവാണെന്ന് സങ്കല്പിക്കുക. ഒരു നിശ്ചിത തുകയ്ക്ക് ഒരു സിനിമ തീർക്കാൻ സംവിധായകനോട് പറയുന്നു. എന്നാൽ പറഞ്ഞതിൽ ഏതാണ്ട് 3 ഇരട്ടി ബജറ്റിൽ പടം എടുത്ത് തീർക്കുന്നു. സ്വാഭാവികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ആ സംവിധായകനും നായികയും പിന്നീട് ഒന്നിക്കുന്നു, കല്യാണം കഴിക്കുന്നു. നിലവിൽ ഈ ബജറ്റ് ഇഷ്യൂ കാരണം അവരും നിങ്ങളും തമ്മിൽ അത്ര രസത്തിലല്ല. വർഷങ്ങൾ ശേഷം ഈ നായിക നെറ്റ്ഫ്ലിക്സിൻ്റെ മോണിറ്ററി ബെനിഫിറ്റിൻ്റെ പുറത്ത് ഒരു ഡോക്യുമെൻ്ററി ഇറക്കാൻ പ്ലാൻ ചെയ്യും. ഭാര്യയും ഭർത്താവും ആദ്യമായി ഒന്നിച്ച പടമായതുകൊണ്ട് നിങ്ങളുടെ പടത്തിനെ പറ്റി പറയാതെ ഡോക്യുമെൻ്ററി പൂർണ്ണമാവില്ല. സ്വാഭാവികമായും നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമല്ലോ. അത്ര രസത്തിലല്ലാത്ത നിങ്ങളോട് അനുവാദം ചോദിക്കാതെ എന്തേലും ചെയ്താൽ എന്താവും? രാജ്യം നൽകുന്ന നിയമപരിരക്ഷ കൊണ്ട് നഷ്ടപരിഹാരം ചോദിക്കും. സത്യമല്ലേ? ഇതുവരെ ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ 3 സെക്കൻഡ് ആയാലും 1 സെക്കൻഡ് ആയാലും പോട്ടെ എന്ന് വെക്കാം. ഇവിടെ അതല്ല. പക്ക ബിസിനസ് മൈൻഡായ ഒരു വ്യക്തിയോട് അയാൾ പണമോ ഫെയിമോ മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററിയിൽ തനിക്ക് അവകാശമുള്ള ഫൂട്ടേജിന് ആവശ്യം ഉന്നയിക്കുന്നു. ഇനി നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളുടെ പേരോ വീഡിയോ അതിലുണ്ടെങ്കിൽ അതിനും സ്ട്രൈക്ക് കൊടുക്കാം. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടില്ലല്ലോ. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നായികയോട് കാശ് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കണം? അങ്ങനെ മണ്ടരാകാൻ പറ്റാത്തവർ നിയമം വഴി നീങ്ങും. സിമ്പിൾ ആസ് ദാറ്റ്. കാര്യം മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യം.